പാലക്കാട് തത്തേങ്ങലത്ത് എൻഡോസൾഫാൻ ബാധിതരെ കണ്ടെത്താൻ നടത്തിയ പുനഃപരിശോധന പ്രഹസനമെന്ന് ആരോപണം. കോടതികളുടെയൊക്കെ പിന്തുണ ലഭിച്ചിട്ടും പൂർണ്ണ പരിഹാരം ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ഒരു വലിയ പ്രശ്നമായി, വലിയൊരു ചോദ്യമായി എൻഡോസൾഫാൻ ഇരകൾ അവശേഷിക്കുന്നവർ നമുക്ക് മുമ്പിൽ ജീവിക്കുക. മണ്ണാർക്കാട് തത്തേങ്ങലം പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ എൻഡോസൾഫാൻ നിർവീര്യമാക്കാത്തതിൽ ജനങ്ങൾ ആശങ്ക. പിന്നെ മലമൂത്ര വിസർജനമൊക്കെ അതിൽ തന്നെയാണ്. ഞാൻ പറയൊന്നുമില്ല. നമ്മൾ ഓരോ മണിക്കൂർ നോക്കുമ്പോൾ എടുത്ത് മൂത്രം ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ ട്രൗസർ കൂടെ പോകും. പിന്നെ കാലത്തെ കഴിഞ്ഞ് എന്താ കാട്ടെന്ന് പറയും. ഞാൻ ഡബൊക്കെ ഇങ്ങനെ നോക്കും. സിവിൽ സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹം അങ്ങനെ തോന്നാ. പിന്നെ സിവിൽ സർവീസ് എടുത്തിട്ട് പിന്നെ എന്നെപ്പോലെ കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട്. വർഷങ്ങൾ കൊണ്ട് ഇവർക്കുണ്ടായ മാറ്റങ്ങൾ വ്യക്തമല്ല. 7 വർഷങ്ങൾ കൊണ്ട് ഇവർക്കുണ്ടായ മാറ്റങ്ങൾ വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ അത് ഞാനും നിങ്ങളും ആണോ ആ മാറ്റം കണ്ടെത്തേണ്ടത്? പാലക്കാടൻ ഗ്രാമങ്ങൾ എന്നും കേരളത്തിന്റെ തനിമയുയർത്തുന്നു. വയലുകളാലും മലനിരകളാലും സമ്പന്നമായ പാലക്കാടിന്റെ മറ്റൊരു സവിശേഷത അവിടുത്തെ ജനങ്ങളാണ്. ഇന്നും കൃഷിയെയും ഉപജീവനമാക്കിയ ജനങ്ങൾ. എന്നാൽ പാലക്കാടിന്റെ ദാരുണമായ മറ്റൊരവസ്ഥ ഇതാണ്. അതായത് 1981 ഈ കസ്മാവും തോട്ടം അവിടെ ആരംഭിക്കുന്നത്. 81-82 പ്ലാന്റിങ് തുടങ്ങി. 85 കൂടിയിട്ട് എൻഡോസൾഫാൻ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ അവർ ഉപയോഗിച്ചിരുന്നത് വളരെ വീര്യം കുറഞ്ഞ ഇക്കോലെക്സ് എന്നുള്ള മരുന്നുകളാണ്. പക്ഷേ കസ്മാവ് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ മരുന്ന് എഫക്റ്റ് ആവാതായി. ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചിരുന്നത് തേയില കൊതുക് നശിപ്പിക്കാനാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ 1000 ഏക്കറാണ്, സർക്കാർ എസ്റ്റേറ്റുമാണ്. അപ്പോൾ ഇതിലെ ഈ അവിടുത്തെ തൊഴിലാളിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ സൂപ്പർവൈസർമാർക്കോ ഒന്നും ഈ മരുന്നിനെക്കുറിച്ചുള്ള ആ മരുന്നിൻ്റെ ഗൗരവം അറിയില്ലായിരുന്നു. സത്യം അതാണ്. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗൗരവമുള്ള വിഷയമായിരുന്നില്ല. തൊഴിലാളികൾ പ്രക്ഷോഭം നടത്തി. കീടനാശിനി പൊട്ടി പുറത്തേക്ക് വന്നാൽ പരിസരത്തുള്ള അരുവികളിലേക്ക് എത്തും. അത് കന്നുകാലികൾക്കും മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ഭീഷണിയായി മാറും. ഈ വിഷയം സർക്കാരിനെയും ജില്ലാ കളക്ടറിനെയും അറിയിച്ചു. ബാരലുകളിലാക്കി കീടനാശിനി അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം സർക്കാർ നൽകി. ഇത് വഴി കൂടെ കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പരിസരത്തുള്ള വാസികൾക്കൊക്കെ ഇത് ഭയങ്കരമായ നാശനഷ്ടങ്ങളുണ്ടാകും. ജീവന അപകടമാണ്. മറ്റേ മറിച്ച് എന്ന് പറഞ്ഞാൽ അവർ കുറേ ആൾക്കാർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, രാഷ്ട്രീയക്കാരായിരുന്നു, അവർ തടഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഈ എടുത്ത ഈ എൻഡോസൾഫാൻ ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റി വെച്ചത്. അപ്പോൾ അന്ന് ഇവർ ഉപയോഗിച്ചിരുന്നത് ഇരുമ്പിൻ്റെ ബാരലിലായിരുന്നു. നമ്മളെ ഈ മണ്ണെണ്ണയൊക്കെ വരുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള ബാരലായിരുന്നു. അതിൻ്റെ അരികൊക്കെ തുരുമ്പ് പിടിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിന്ന് പൊട്ടിപ്പോയി പുറത്തേക്ക് വരും. അതുകൊണ്ട് നിങ്ങളിത് നല്ല സേഫ്റ്റി ആയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ ഡ്രമ്മിനകത്ത് ഇത് മാറ്റണം എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവിടെ നിർത്തി ജില്ലാ കലക്ടറും പിന്നെ മണ്ണാർക്കാട് താലൂക്ക് തഹസിൽദാരും എല്ലാവരും കൂടെ തിരിച്ചുപോയി പിറ്റേ ദിവസം അവർ പ്ലാസ്റ്റിക്കിൻ്റെ ബാരൽ കൊടുന്ന് ആ ബാരലിലേക്ക് ഈ മരുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ ചെന്നാൽ കാണാം, ഗോഡൗണിൻ്റെ പൂട്ടി അത് സീൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ താക്കോല് തഹസിൽദാരയില്ല, ജില്ലാ കളക്ടർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഇതേമാതിരി ജോലിക്ക് പോയിട്ട് വന്ന് ഇവിടെ വന്ന് കിടന്ന എണിക്കാൻ വയ്യ. പിന്നെ അങ്ങനെ എണിക്കുമ്പോൾ വീഴുക. ഇവർ വന്ന് കുട്ടികളും ഭാര്യയും വന്ന് നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം തളർന്നു. അതൊന്നും ഒരു ഞരമ്പിൻ്റെ ഒരു കുഴപ്പമാണെന്ന് പറഞ്ഞു. ഞരമ്പിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞരമ്പ്, തലയ്ക്ക് പോണ ഞരമ്പ് ശേഷിയില്ലാണ്ടായിരിക്കാം. ഞരമ്പിന് ആരോഗ്യമില്ലാണ്ടായിട്ട് ഞരമ്പിന് രക്തം ഓടണില്ലാന്ന്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഇതായത്. അവൾക്ക് 30 വയസ്സായി. ആദ്യം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രസവിച്ചു കൊടുത്തൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ കുട്ടി തളർന്നതാണ്. ഇരിക്കാതെയൊക്കെ അങ്ങനെ തളർന്ന് കിടന്നിട്ട് ഇരിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ മെല്ലെ ഞങ്ങൾ ഇരുത്തിയിട്ടും അങ്ങനെ പിടിച്ചിട്ടും നിർത്തിയിട്ടും പിന്നെ ഈ ലെവലിലേക്കായി. പിന്നെ എടുത്ത് തന്നെ കൊണ്ടുപോകണം, ബാത്റൂമിലേക്കൊക്കെ എടുത്തുകൊണ്ട്. ഇപ്പോൾ വയ്യാന്ന് പറഞ്ഞാൽ തീരെ വയ്യെങ്കിൽ വല്ല പനി എന്തെങ്കിലും വന്നിട്ടുണ്ട് ഡോക്ടറെ വിവരം പറഞ്ഞിട്ട് മരുന്ന് മേടിച്ചാൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ആർക്കും സാധിക്കും. എനിക്ക് എടുക്കാനൊന്നും വയ്യപ്പോൾ ഞാൻ എടുത്ത് കൊണ്ടുപോയത്, ബാത്റൂമിൽ കുളിക്കാനൊക്കെ എടുത്തു കൊണ്ടുപോയത്. എനിക്കിപ്പോൾ വയ്യ, എടുത്ത് കൊണ്ടുപോകാൻ സഹായിക്കണില്ല. പിന്നെ കാലത്തെ കഴിഞ്ഞ് എന്താ കാട്ടെന്ന് പറയും. ഞാൻ ഡബൊക്കെ ഇങ്ങനെ നോക്കും.
5 ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 5 സ്ഥലത്ത് വെച്ചിട്ട് അവർ ഈ രോഗികളൊക്കെ പരിശോധിച്ചു. അത് പരിശോധിച്ചു എന്നല്ലാതെ ഇന്ന് വരെ ആ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ ഇവർ പുറത്തു വിട്ടില്ല. ഞാൻ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ പഞ്ചായത്തുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്ക്. ST വിഭാഗങ്ങളെ സംബന്ധിച്ച് അവർ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത്, പിന്നെ അവരെ യൂട്ടിലൈസ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ തെങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉനീസ് നച്ചിയോടൻ. ഈ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ നമ്മൾ ജനപ്രതിനിധികളും മറ്റുള്ള ആളുകളൊക്കെ നമ്മളവിടെ പരിശോധനയ്ക്ക് പോകുമ്പോൾ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാടിനുള്ളിലേക്ക് ഓടിമറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ചികിത്സയോ മറ്റോ കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് കൃത്യസമയത്ത് ഒരു പക്ഷേ ഇത് സാധിക്കാത്ത ഒരു അവസ്ഥയും ഉണ്ട് എന്നുള്ളത് വളരെ സങ്കടകരം തന്നെയാണ്. എൻ്റെ പേര് KP ജഹീഫ് എന്നാണ്. ഞാൻ തെങ്കര പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. എൻഡോസൾഫാനുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലെ ഇപ്പോഴത്തെ സാഹചര്യം, അതായത് എൻഡോസൾഫാൻ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു റൂമിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അവിടുന്ന് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ സ്ഥലം MLAക്കും ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം പരാതി കൊടുത്താണ്, ബോർഡ് തീരുമാനമാക്കി കൊടുത്താണ്. പക്ഷേ എന്നിട്ടും അതിൽ വേണ്ട രീതിയിലുള്ള യാതൊരു നടപടിയും ഇന്ന് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. അത് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിലൂടെ നമ്മൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച മറുപടിയിൽ പറയുന്നത് 2015 മെയ് മാസം അവസാനം നടത്തിയ സ്ക്രീനിങ് ക്യാമ്പിന്റെ റിസൾട്ട് 2015 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പാലക്കാട് DMOന് കൈമാറിയിരുന്നു. അങ്ങനെയാണെങ്കിൽ 2015 ഓഗസ്റ്റ് മാസത്തിൽ പാലക്കാട് DMOന്റെ കയ്യിൽ 45 ആളുകൾക്ക് വിവിധ രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തിയത് കാസർഗോട്ടിലെ എൻഡോസൾഫാൻ ബാധിതരുടെ ഇതിന് സമാനമാണ് എന്ന് ആ റിപ്പോർട്ട് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും, സെറിബ്രൽ പാൾസി ഉൾപ്പെടെ ഗുരുതര രോഗലക്ഷണങ്ങളുള്ള ആളുകൾ 45 പേരിൽ ഉൾപ്പെടും. അങ്ങനെ 45 പേരിൽ ഇങ്ങനെ വിവിധ രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് തുടർ ചികിത്സ നൽകാൻ സർക്കാർ തയ്യാറാണ്? എന്തുകൊണ്ടാണ് കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്? ഇത് ഒരു വലിയ ചോദ്യം. തെങ്കര ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോൾ പാലക്കാടിൽ ദുരിതം പേർന്ന മറ്റൊരു പ്രദേശം കൂടെയുണ്ട്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ നൊട്ടമല. 32ഓളം കുട്ടികൾക്ക് സമാന രീതിയിലുള്ള വൈകല്യങ്ങളുണ്ട്. ഒരു മെഡിക്കൽ സർവേ പോലും നടത്താതെ ഇവിടുത്തെയും അവസ്ഥ വ്യത്യസ്തമല്ല. പാലക്കാട് ജില്ലയിൽ ഈ പറയുന്ന തെങ്കരയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 1200 ഏക്കർ കശുമാവിൻ തോപ്പിൽ എൻഡോസൾഫാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് സർക്കാർ അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം സർക്കാരിന്റെ ഭൂമിയാണത്, സർക്കാരാണ് അവിടെ എൻഡോസൾഫാൻ, പ്ലാന്റേഷൻ കോർപ്പറേഷനാണ് അവിടെ എൻഡോസൾഫാൻ ഇറക്കിയതും ഹെലികോപ്റ്റർ മുഖേന തെളിച്ചതും. തൊട്ടപ്പുറത്ത് നൊട്ടമല എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ സ്വകാര്യ വ്യക്തിയുടെ ഒരു വലിയ റബ്ബർ തോട്ടമാണുള്ളത്. അവിടെ ഏത് കീടനാശിനി പ്രയോഗിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ അവ്യക്തതകളൊക്കെ നിലനിൽക്കുമ്പോഴും അവിടെ ഒരു പ്രദേശത്തെ കുട്ടികൾ ജനിതകമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴും മനസ്സിലാവാത്തത് ഇത്തരം ജനിതക പ്രശ്നങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് എന്ന് പല ആവർത്തി മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു പഠനം നടത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെയും സംഭവിക്കുന്നത് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണ്. ഇവിടെ ഏകദേശം ഈ 1/2 കിലോമീറ്റർ ചുറ്റളവിൽ 32ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 80% അല്ലെങ്കിൽ 80%-ത്തിലുപരി കുട്ടികൾ, ഭിന്നശേഷിയായ കുട്ടികൾ ഇവിടെ നടക്കാൻ കഴിയാതെയും അതുപോലെ തന്നെ തീരെ സംസാരിക്കാൻ കഴിയാതെയും ബുദ്ധിയില്ലാതെ വളരെ ഒരു ഒന്നിനും കഴിയാതെ കിടക്കുന്ന കുട്ടികളായിട്ട് ഇവിടെ 32ഓളം കുട്ടികൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടുത്തെ ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെമ്പർമാരോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് അത് ശ്രദ്ധിക്കുന്നില്ല. അതല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്നതിന് പരിമിതികളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെ ഒരുപാട് ആളുകളുടെ മരണങ്ങളും ഒരുപാട് രോഗികളും അതുപോലെ തന്നെ ഇതുപോലത്തെ ഭിന്നശേഷികളായ കുട്ടികളുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ടീച്ചർ മെയിൻ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തരും. പിന്നെ ആരങ്ങനെ ഇരുന്ന് പഠിക്കും, ഓൺലൈൻ ക്ലാസ്സും കേൾക്കും. അപ്പം പിന്നെ അങ്ങനെ പഠിച്ചെടുക്കും. ഒരു വട്ടം കേട്ട മെമ്മറിയിൽ നിൽക്കുന്ന എല്ലാവരും പറയും. ഇല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. 10ാം ക്ലാസ്സിൽ 9A+ ഉണ്ടാകും, +1 ഡബിൾ പാസ് ഉണ്ടല്ലോ. സിവിൽ സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹം. അങ്ങനെ തോന്നാം. പിന്നെ സിവിൽ സർവീസ് എടുത്തിട്ട്
പിന്നെ എന്നെപ്പോലെ കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ നീച്ചിരിക്കാനൊക്കെ പണ്ട് വെറുതെ ഇറച്ചി കഷ്ണം കിടക്കണമാതിരി കിടക്കുമായിരുന്നു. അപ്പോൾ നീച്ചിരുന്ന് അങ്ങനെ ഇരുത്തിയിട്ട് ചോറ് കൊടുക്കാൻ പറ്റും. പക്ഷേ എന്താ വെച്ചാൽ എടുത്ത് കൊണ്ടുപോലും ഇതൊക്കെ നമ്മൾ വെള്ളം കിടക്കാൻ കൊണ്ടുപോകണമെങ്കിലും പിന്നെ മലമൂത്ര വിസർജനമൊക്കെ അതിൽ തന്നെയാണ്. ഞാൻ പറയൊന്നുമില്ല. നമ്മൾ ഓരോ മണിക്കൂർ നോക്കുമ്പോൾ എടുത്ത് മൂത്രം ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ ട്രൗസർ കൂടെ പോകും. ഒരാളിവിടെ ഇവൻ്റെ ഒപ്പം എപ്പോഴും വേണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പണ്ട് ഒരു കൊല്ലം മുമ്പ് ഒരു 6 മാസം വരെ എത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം അവനെവിടെ കിടത്തിയിട്ട് TV വെച്ച് കൊടുത്താൽ ഭാര്യയ്ക്ക് തിരുമ്പാനോ അല്ലെങ്കിൽ എങ്ങടെയും പോവാം. ഇപ്പം നമ്മൾ നീച്ചിരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ മറിച്ചെന്താ വെച്ചാൽ അവൻ്റെ തലപടേന് മുട്ടി നീച്ചിരുന്നപ്പോൾ എന്നിട്ട് 4 സ്റ്റിച്ച് കൊണ്ടിട്ട് മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് നീച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ തന്നെയല്ലേ നേരത്തെ കിടക്കുന്നതിൻ്റെ ഇടയിൽ അവൻ നീച്ചിരുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ഫോളോ അപ്പിന് പോകാൻ നമുക്കൊരു ഒഴിവ് വേണ്ടേ? എൻഡോസൾഫാൻ ബാധിതരുടെ ദുരാവസ്ഥ ഇന്നും തുടരുന്നു. രോഗബാധിതരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചും മെഡിക്കൽ സർവേയുടെ യാഥാസ്ഥിതിയെക്കുറിച്ചും ബന്ധപ്പെട്ടവർ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല. നൊട്ടമലയും ദുരിതക്കയത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. 32ഓളം കുട്ടികൾക്ക് സമാന രീതിയിലുള്ള രോഗാവസ്ഥ കാണിച്ചിട്ട് പോലും ഒരു മെഡിക്കൽ സർവേ പോലും നടത്തി അധികൃതർ ഇവരെ പരിഗണിക്കുന്നില്ല. അതിസുരക്ഷ പരിസ്ഥിതി ലോല മേഖലയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇതുവരെ ആരും അഡ്രസ് ചെയ്തിട്ടില്ല. ഈ ഏരിയയിലാണ് 2 പതിറ്റാണ്ട് എന്ത് തെളിച്ചത്? ഹെലികോപ്റ്റർ വഴി തെളിച്ചത്. ഇത് സൈലന്റ് വാലി എന്ന് പറയുന്ന അതിസുരക്ഷ ആയിട്ടുള്ള ദേശീയോദ്യാനല്ലേ സൈലന്റ് വാലി? അവിടെയുള്ള ജീവജാലങ്ങളെ ബാധിച്ചിട്ടുണ്ടാവില്ലേ? ഇതെന്തുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അഡ്രസ്സ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റും അഡ്രസ്സ് ചെയ്യാത്തത്, അതല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ എന്താ അഡ്രസ്സ് ചെയ്യാത്തത്?